അഭിവാദനം അഭിവാദനം നിങ്ങൾക്കൊരായിരം അഭിവാദനം 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 നിങ്ങൾക്കൊരായിരം അഭിവാദനം. ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. മനുഷ്യന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ വിശുദ്ധ ബൈബിളിന്റെ ഏടുകളിൽ നിന്നും അടർത്തിയെടുത്ത ലോകോത്തരമായ ഒരു കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കഥയുടെ പേര് അബ്രഹാമിന്റെ ബലി. മാമലകപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് കോമളമായൊരു നാടുണ്ട്. മാമലകപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് കോമളമായൊരു നാടുണ്ട്. ഇസ്രായേൽ എന്നൊരു നാടുണ്ട്. അതാ മനോഹരമായ ഗ്രാമത്തിലേക്ക് നോക്കൂ. ചക്കുരുത്തോല പന്തലുണ്ട്, പച്ചക്കിളികൾ തൻ ഗാനമുണ്ട്. പച്ചക്കുരുത്തോല പന്തലുണ്ട്, പച്ചക്കിളികൾ തൻ ഗാനമുണ്ട്. അതെ, പച്ചക്കുരുത്തോലകളും പച്ചക്കിളികളും ഓരോ വൃക്ഷങ്ങളും മുന്തിരി തോട്ടങ്ങളും നിറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ ഗ്രാമത്തിലേക്ക് നോക്കൂ. അതാ അവിടെ ഒരു മണിസൗധം. സമ്പന്നമായൊരു വീട്, പവിത്രമായൊരു വീട്. സമ്പന്നമായൊരു വീട്, പവിത്രമായൊരു വീട്. ഇസ്ഹാക്ക് പുത്രൻ ജനിച്ചു വളരാൻ തിരഞ്ഞെടുത്തൊരു വീട്. ഇസ്ഹാക്ക് പുത്രൻ ജനിച്ചു വളരാൻ തിരഞ്ഞെടുത്തൊരു വീട്. സമ്പന്നമായൊരു വീട്, പവിത്രമായൊരു വീട്. ആ വലിയ വീട് ആരുടെയാണെന്ന് അറിയാമോ? അബ്രഹാം എന്ന നീതിമാനായ മനുഷ്യന്റെ വീടാണിത്. അബ്രഹാമിന്റെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. അബ്രഹാമിന് ഏതാണ്ട് 100 വയസ്സും സാറയ്ക്ക് 90 കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവർക്ക് എന്തോ ഒരു കുറവുണ്ട്. എന്താണെന്ന് അറിയാമോ? കുഞ്ഞില്ല, പെറ്റു വളർത്താൻ ഭാഗ്യമില്ല. കുഞ്ഞില്ല, പെറ്റു വളർത്താൻ ഭാഗ്യമില്ല. ആ ദമ്പതികൾ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ അയൽവക്കത്തെ ചേച്ചിയുടെ പ്രാർത്ഥനയുടെ കാര്യം ഓർത്തത്.